ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഇൻഫിനിക്സിന്റെ GT30 എന്ന ഫോൺ. ഇവർ നല്ല വാല്യൂ ഫോർ മണി ഫോൺ ഇറക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം. സോ ഒരു ഫുള്ളി ലോഡഡ് ആയ ഫോൺ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗംഭീരമായിട്ട് ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഗെയിമിംഗ് ട്രിഗേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ലൈറ്റ് സെറ്റപ്പ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ ഒരു നല്ല ഡീസൻ്റ് ആയ ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഫോൺ നോക്കുന്നവർക്ക് 17,900 ഓഫറിൽ കിട്ടുന്ന അടിപൊളി ഐറ്റം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാം. എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഫോൺ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ഗംഭീര ഐറ്റമാണ്. കണ്ടു നോക്കൂ, എന്നിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. സോ ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഒരു ഡിസൈൻ. എങ്ങനെയുണ്ട് സംഗതി? നന്നായിട്ടുണ്ട്. ഇതിൽ കുറച്ച് ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് വരുന്നതിന് ബോക്സിൽ ഒരു QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സംഭവത്തിലേക്ക് കണക്ട് ചെയ്യാം, മാറ്റി വയ്ക്കാം. കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, ഒരു കേസ് അത്യാവശ്യം നല്ല കേസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി കാണാം, കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. ചാർജിങ് കേബിൾ Type C to A കേബിളാണ്. സിം ടൂളൊക്കെ നമ്മൾ കണ്ടു. സോ അത്രയും കാര്യങ്ങൾ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നേരെ ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് ഇൻഫിനിക്സിൻ്റെ GT30 എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ഈസി ആയിട്ടൊന്ന് നോക്കിയാൽ ഫ്രെയിം, ബാക്ക് ഒക്കെ പോളികാർബണേറ്റ് സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ. സൈബർ മെക്ക 2.0 എന്നാണ് ഇതിൻ്റെ ഡിസൈൻ അവർ വിളിക്കുന്നത്. ജിയോമെട്രിക് പാറ്റേൺ, ഒബ്ലിക് ഡിസൈൻ, അങ്ങനെയൊക്കെ പറയുന്ന ഡിസൈനാണ് ഈ കാണുന്നത്. 3 കളറിലാണ് ഇത് വരുന്നത്. പൾസ് ഗ്രീൻ, സൈബർ ബ്ലൂ, ബ്ലേഡ് വൈറ്റ്. ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. തിക്നെസ് ഒക്കെ വളരെ കുറവാണ്. 7.99 mm ആണ്. 187 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. താഴെ ഡുവൽ നാനോ സിം ആണ് വരുന്നത്. 2 സിം നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെയിൻ മൈക്രോഫോൺ, Type C പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിൽ IR ബ്ലാസ്റ്റ്, നോയ്സ് ക്യാൻസലിംഗ് മൈക്ക്, സ്പീക്കർ ഗില്ല്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. റിയറിലെയും ഫ്രണ്ടിലെയും ഡിസൈൻ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഈ ബാക്കിലെ ഈ സെറ്റപ്പ് മൊത്തത്തിൽ ലൈറ്റ് കത്തും. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ മോള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ലൈറ്റ് ഭംഗിയായിട്ട് മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല, പല സമയത്ത് ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കോൾ വരുമ്പോഴോ ഏത് ടൈമിൽ വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. പല ഡിസൈനിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അതിന് സെറ്റിംഗ്സിൽ കയറിയിട്ട് മെക്കാനിക്കൽ ലൈറ്റ് വേവ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതൊക്കെ എനേബിൾ ചെയ്യുക. താഴെ ഏതൊക്കെ കാര്യങ്ങളിൽ ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓപ്ഷനുകൾ കിടക്കുന്നുണ്ട്. മ്യൂസിക്കിന് അല്ലെങ്കിൽ ഫ്ലിപ്പ് ടു ഫ്ലാഷ് എന്ന രീതിയിൽ കൊടുക്കാം. ഇനി അതല്ല ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണോ, അതൊക്കെ നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക. AI ഒപ്പം വർക്ക് ചെയ്യണോ, ചാർജിങ്ങിൽ വർക്ക് ചെയ്യണോ, അങ്ങനെ എല്ലാ സംഭവങ്ങളും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ലൈറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. അതിൽ തന്നെ നമുക്ക് 2-3 സ്റ്റൈലിൽ വർക്ക് ചെയ്യിപ്പിക്കാം. പാർട്ടി മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കറങ്ങി വരുന്ന രീതിയിൽ, മൂന്നാമത്തെ ഒരു റിതം സ്റ്റൈലിൽ വർക്ക് ചെയ്യും. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ ഈ രീതിയിലൊക്കെ ലൈറ്റ് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, ഈസി. സോ അപ്പോൾ അത് പക്കാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ IP64 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്. GT ഷോൾഡർ ട്രിഗേഴ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ ഉണ്ടല്ലോ, ആ സൈഡിൽ ടോപ്പിലായിട്ട് 2 ബട്ടണുകൾ വരുന്നുണ്ട്. അത് ഫിസിക്കൽ ബട്ടണുകളല്ല, പകരം നമ്മൾ ടച്ച് ചെയ്താൽ അത് വർക്ക് ചെയ്തോളും. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. സോ നമുക്കിത് ടച്ച് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കണോ, അല്ലെങ്കിൽ ഗെയിമിൽ എങ്ങനെ ഉപയോഗിക്കണോ, എങ്ങനെ വേണമെങ്കിലും ഈ ട്രിഗറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിന് സെറ്റിംഗ്സിൽ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് GT ട്രിഗേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനുകളെല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറയിൽ നമുക്ക് ജസ്റ്റ് ഈ ട്രിഗറിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യാനും അതിൽ തന്നെ ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴാണെങ്കിൽ BGMI കളിക്കുമ്പോൾ, അപ്പോൾ ഞാൻ BGMIക്ക് ഞാനത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട ഭാഗത്തേക്ക് അതിൻ്റെ ക്ലിക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ എന്ത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുള്ളത് ആ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഓപ്ഷനുകൾ എവിടെ കൊണ്ടുവയ്ക്കുന്നു ആ ഭാഗത്തുള്ള ബട്ടൺ ആയിരിക്കും വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഫയറിനും സൂമിനും കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ടക്ക് തന്നെ ആ ഫയറിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സോ ഈ ട്രിഗർ നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു സെക്കൻഡറി ബട്ടണായിട്ട്, ഒരു ട്രിഗറുകളായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പലരും ഈ സെക്കൻഡറി ട്രിഗർ കാശ് കൊടുത്ത് വാങ്ങിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല, പക്കാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ല. സോ അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചധികം നേരമായി പറയുന്നു. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഡിസൈനിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഹൈ റെസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, DTS, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. വൈഡ് വൈൻ എലമെന്റ് സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എങ്ങനെയുണ്ട് മൊത്തം എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു 1.5K 144 ഹെർട്സിന്റെ അടിപൊളി ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 700 നിറ്റ്സ് ആണ്. 1600 നിറ്റ്സിന്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, 4500 നിറ്റ്സിന്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. 100% DCI P3 സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം.
വിഷ്വലൊക്കെ അടിപൊളിയാണ്. ഒരാളെ 780 ആണ് ഫ്രണ്ട് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചറുകളെല്ലാം വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. കൂടുതൽ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. ഇൻഡോറോ ഔട്ട്ഡോറോ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാം സെറ്റപ്പാണ്. വിഷ്വൽ ക്വാളിറ്റിക്കും യാതൊരു വിഷയമില്ല. സിനിമ കാണാനോ സീരീസ് കാണാനോ എന്തായാലും കുഴപ്പമില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇനി പെർഫോമൻസിന്റെ ഭാഗത്താണ് കൂടുതൽ പറയാനുള്ളത്. കാരണം നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ് ഗെയിമിംഗ് ആണ് സംഭവം എന്ന്. അതിൽ തന്നെ നമ്മൾ ട്രിഗേഴ്സ് ഒക്കെ നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഗെയിമിംഗിലേക്ക് വന്നാൽ ഡയമസിറ്റി 7400 എന്ന പ്രോസറാണ് ഈ പ്രൈസിന്. ഇതിന്റെ പ്രൈസ് ഓഫറിൽ 17,999 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോസറാണ്. 20,000 റേഞ്ചിലെ പ്രോസറാണ്. ഇതിപ്പോൾ ഓഫറില്ലാതെ നോക്കിയാൽ 20,000 രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ ആ ഒരു പ്രൈസിലെ ഏറ്റവും നല്ല പ്രോസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 779K+ ആൻഡ്രോയിഡ് സ്കോറൊക്കെയാണ് ഇവർ പറയുന്നത്. എക്സാസസ് ലിനിയർ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഗെയിമിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നിറച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. എക്സ് ബൂസ്റ്റ് എന്നൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡിങ്. എന്തായാലും അതിനകത്ത് നമുക്ക് ഗെയിമിൻ്റെ പെർഫോമൻസ് വേണോ, ബാലൻസ്ഡ് വേണോ, അങ്ങനെ എന്ത് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. GT ട്രിഗർ അടക്കമുള്ള കാര്യങ്ങൾ, ഇ സ്പോർട്സ് മോഡ്, സ്റ്റെബിലൈസേഷൻ, ബൈപ്പാസ് ചാർജിങ്, കോൾ റിജക്ഷൻ, അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സിൻ്റെ അടിയിലേക്ക് നിരന്ന് കിടക്കുന്നുണ്ട്. സോ അതൊക്കെ വേണ്ട രീതിയിൽ പെർഫോമൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ GT ട്രിഗറിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഏത് ഓപ്ഷനൊക്കെ ഇതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഈ ട്രിഗർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. ഗെയിമിങ്ങിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. 90 FPS നമുക്ക് കളിക്കാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന തരത്തിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ട്രിഗർ വെച്ചാണ് ഞാൻ കളിക്കാൻ നോക്കുന്നത്. എക്സ്പീരിയൻസ് കുറവാണ് ഇതിൽ. നമ്മളിങ്ങനെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അധികം നാളായിട്ടുണ്ട്, കുറച്ചധികം നാളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. കാരണം ടച്ചിനൊന്നും യാതൊരു ലാഗും ഇല്ല, പക്കാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നല്ല GT ഷോൾഡർ ട്രിഗർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ട്രിഗർ സെറ്റപ്പ് വരുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയിം കളിക്കുന്നവർക്ക്. പിന്നെ നെറ്റ്വർക്ക് റിസപ്ഷനിലും കാര്യങ്ങളൊന്നും വിഷയം കണ്ടില്ല. Wi-Fi 6 തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. OTG സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 ലെയർ 3D VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. സോ ഫോൺ ഹീറ്റ് ആവുന്ന അവസ്ഥയൊന്നും നമ്മൾ കണ്ടില്ല ഗെയിം കളിച്ച് നോക്കിയപ്പോൾ. നൈസാണ്. പിന്നെ XOS 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ BGMI 90 FPS ക്രാഫ്റ്റ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. BGMI ടീം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് 90 FPS കളിക്കാൻ പറ്റുമെന്ന്. സോ തീർച്ചയായിട്ടും ഈ പ്രൈസിൽ അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പ്രത്യേകിച്ച് ഈ ട്രിഗേഴ്സ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസിൽ നോർമൽ UI-ലായാലും പെർഫോമൻസിൽ യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നൈസായിട്ടുള്ളൊരു ആനിമേഷനും കാര്യങ്ങളും സോഫ്റ്റായി നൈസായിട്ടും വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഇൻഫിനിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിനായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് മെയിൻ ക്യാമറ. സെൽഫി ക്യാമറ 13 മെഗാപിക്സലിൻ്റെയാണ്. സാമ്പിൾസ് കണ്ടു നോക്കിക്കോളൂ. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ആദ്യം കാണാം. അത്യാവശ്യം നല്ല ഇമേജുകളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എല്ലായിടത്തും എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഗതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. സെൽഫി ക്യാമറ 13 മെഗാപിക്സലിൻ്റെയാണ്. സാമ്പിൾസ് കണ്ടു നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ഇമേജുകൾ തരുന്നുണ്ട്. സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ഇമേജുകൾ തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. വീഡിയോ സാമ്പിളുകൾ ഇവിടെ കാണാം. 4K വീഡിയോ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയിലും ഒക്കെ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ സാമ്പിളുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഒരു ഡീസൻറ്റ് ശരാശരി നിലവാരമുള്ള ക്യാമറ സെറ്റപ്പാണ്. ഇതിൽ ബാക്കി എല്ലാം കിടുവാണ്. ഇത് മാത്രമാണ് ഞാൻ ശരാശരി എന്ന് പറയുന്നത്. നന്നായിട്ടുണ്ടെന്നാലും മോശമൊന്നും പറയുന്നില്ല. ഇതിൽ വേറെ ടെലിഫോട്ടോ മാക്രോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. OIS സപ്പോർട്ടൊന്നുമില്ല. മൊത്തത്തിൽ EIS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുകയാണ്. സോ ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയാം. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 mAh ബാറ്ററി ഉണ്ട്. ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. 45 വാട്ടിൻ്റെയാണ് വയർഡ് ചാർജിങ് വരുന്നതിൽ. സോ ഒരു ഡീസൻറ്റ് പരിപാടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബൈപ്പാസ് ചാർജിങ് അടക്കമുണ്ട്. സോ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ബൈപ്പാസ് ചാർജിങ് ഉപയോഗിക്കാം. അതിൻ്റെ ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. സോ നല്ലൊരു ഡീസൻ്റായ ബാറ്ററി സെറ്റപ്പാണ്. ഇനി ഇൻഫിനിക്സിൻ്റെ ഫോണാണ്. സോ ഇൻഫിനിക്സിൻ്റെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻഫിനിക്സിൻ്റെ FOLAX AI ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇത് ഇവിടെ വരും. നമുക്ക് അതിനോടൊപ്പം എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാനിപ്പോൾ അവിടെ കൂലി സിനിമ എന്നാണ് ലോഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാം കൂലി ഇറങ്ങുന്നത് 14-ാം തീയതി ആണെന്നുള്ളത് പറയുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ FOLAX AI കാര്യങ്ങൾ പറഞ്ഞു തരും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു തരും. അതാണ് അടിപൊളി. അതും 1 ടാപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓണായി വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളതാണ്. 1 ടാപ്പ് ഇൻഫിനിക്സ് AI ആണ് ഇതിനകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും. നോട്ടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റിംഗ് ടൂൾ, സമ്മറൈസിങ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും പതിവ് സംഭവങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. റൈറ്റിംഗ് ടൂളിൻ്റെ ഓപ്ഷനുകളെല്ലാം കാണുന്നുണ്ട്. പിന്നെ കോൾ അസിസ്റ്റൻറ്റ്, നമ്മൾ കോളിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോൾ സ്ക്രീൻ. അതിനകത്ത് കോൾ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. AI ഓട്ടോ ആൻസർ, കോൾ സമ്മറി, കോൾ ട്രാൻസ്ലേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ട്. സോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സർക്കിൾ ടു സെർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ AI ഫീച്ചേഴ്സ്. കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. AI ഫീച്ചേഴ്സ് അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് ഇതിനകത്ത്. സോ അപ്പോൾ നല്ല ഡിസൈനിലുള്ളൊരു ഫോണാണ്. നല്ല ഡിസ്പ്ലേ ഉണ്ട്. ഗെയിമിങ്ങിന് വേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ലേറ്റ് സെറ്റപ്പും ട്രിഗേഴ്സും അടക്കം എല്ലാ കാര്യങ്ങളും. ഒപ്പം തന്നെ ഈ പ്രൈസിൽ ഏറ്റവും നല്ല പ്രൊസസ്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റീഫ്രഷ് റേറ്റ് ആണ്. 90 FPS BGMI കളിക്കാം. ക്രാഫ്റ്റ് സർട്ടിഫൈഡ് ആണത്.
64 ആണ് ക്യാമറ സെറ്റപ്പ്, 4K വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. സോ അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അടക്കം ഈ ഒരു ഫോൺ വരുന്നത് 8GB RAM 128GB സ്റ്റോറേജിന് 19,999 ഒറിജിനൽ പ്രൈസ്. പക്ഷേ ഇപ്പോൾ ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസിലേക്ക് വരുമ്പോൾ 8GB RAM 128GB സ്റ്റോറേജിന് 17,999. ഇനി കൂടിയ വേരിയന്റ് വേണമെങ്കിൽ 8GB RAM 256 ഉണ്ട്, അത് 19,499. സോ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ. പിന്നെ GT ഗെയിമിംഗ് കിറ്റ് എന്ന് പറയുന്ന ഗെയിമിംഗ് കിറ്റ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് വാങ്ങിക്കണം, ഇതിൻ്റെ ഒപ്പം കിട്ടുന്നില്ല, വാങ്ങിക്കാവുന്നതാണ്. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എല്ലാം ഒരുവിധം കുഴപ്പമില്ലാതെയുണ്ട്. പെർഫോമൻസ് ഒക്കെ ടോപ്പാണ്. ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നവർക്ക് ഇത്രയും ഫീച്ചേഴ്സ് കേട്ടതിൽ നിന്നും താല്പര്യം തോന്നുമെങ്കിൽ ബൈപാസ് ചാർജിങ് അടക്കമുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് തോന്നുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അത്രയുമാണ് ഇൻഫിനിക്സ് GT30 എന്ന ഫോണിൻ്റെ എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.